ഈ ഒരു വീഡിയോ സാംസങ്ങിന്റെ ഒരു സർവീസ് സെന്ററിൽ ഫോൺ റിപ്പയർ ചെയ്യാൻ കൊടുത്തപ്പോൾ ആ ടെക്നീഷ്യൻ അവരുടെ പേഴ്സണൽ ഫോട്ടോസ് എല്ലാം നോക്കുന്ന ഒരു വിഷ്വലാണ്. ആക്ച്വലി ഇത് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ഇപ്പോൾ വൈറലാകുന്നുണ്ട്. പല ഇൻഫ്ലുവൻസർമാരും ഈ വീഡിയോ വെച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട്. പലരും പറയുന്നത് കേൾക്കുമ്പോൾ വളരെ വിഷമമുണ്ട്. കാരണം ഞാനൊരു മൊബൈൽ ടെക്നീഷ്യനാണ്. ഒരാൾ അങ്ങനെ ചെയ്തെന്ന് വെച്ച് അല്ലെങ്കിൽ ഒരു സെന്ററിൽ അങ്ങനെ നടന്നു വെച്ച് എല്ലാ ടെക്നീഷ്യന്മാരും ഇങ്ങനെ അധിക്ഷേപിച്ച് ഇങ്ങനെ പറയുന്നത് ഒരു രീതിയിലും എനിക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഈ മേഖലയിൽ അത്രയധികം ആത്മാർത്ഥതയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ടെക്നീഷ്യന്മാരുണ്ട്. എനിക്കറിയുന്നതും കേരളത്തിൽ ഉടനീളമായിട്ടും കസ്റ്റമറുടെ പ്രൈവസിക്ക് അത്ര ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു ജനതയാണ് വളർന്നുകൊണ്ട് വരുന്നത്. ഒരാൾ ചെയ്ത തെറ്റിനെ എല്ലാവരും വിമർശിക്കുന്നതോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണും ഒപ്പം വരുന്ന സർവീസ് ചെയ്യാം. അതുപോലെ പഴയ രീതിയിലല്ല സർവീസ് സെന്റേഴ്സ് പോകുന്നത്. ഇപ്പൊ കാണുന്ന എല്ലാ സർവീസ് സെന്റേഴ്സിനും സർവീസ് ചെയ്യുന്ന സ്ഥലം വിസിബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. പലയിടത്തും ഓപ്പൺ സർവീസ് ആണ്, അല്ലെങ്കിൽ ഗ്ലാസ് ഇട്ടുള്ള സർവീസ് ആണ്. അങ്ങനെ ഒരു ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ പ്രൈവസിക്ക് എന്റെ അഭിപ്രായത്തിൽ നല്ല രീതിയിൽ ഒരു മുൻതൂക്കം തരുന്ന ഒരു സംഭവമാണ് മൊബൈൽ ടെക്നീഷ്യന്മാരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈവസിയിൽ നല്ല ആശങ്കയുണ്ട്. ഒരു ഫോൺ ഒരു സെന്ററിലേക്ക് സർവീസിന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ആശങ്കയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ സാംസങ് ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ സെറ്റിംഗ്സ് തന്നെ മെയിൻ്റനൻസ് മോഡ് എന്നിട്ട് ഒരു മോഡ് ഉണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു രീതിയിലുള്ള ഡാറ്റയും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ നിങ്ങൾ മെയിൻ്റനൻസ് മോഡ് ചെയ്യാൻ വേണ്ടി ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഓപ്പോ വിവോ പോലത്തെ ഒരുപാട് മോഡലിൽ കാണുന്നതാണ് റിപ്പയർ മോഡ് എന്നുള്ളത്. ഇതും സെറ്റിംഗ്സിൽ അവൈലബിൾ ആണ്. ഈ സ്ക്രീനിൽ കാണുന്ന വീഡിയോ പോലെ തന്നെ നിങ്ങൾക്ക് ഈ റിപ്പയർ മോഡ് എനേബിൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ഇതൊന്നും അല്ല, ഈ സെറ്റിംഗ്സ് ഒന്നും നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ ഒരു യൂസർ ആഡ് ചെയ്യേണ്ട മറ്റൊരു സെറ്റിംഗ്സും കൂടി ഈ വീഡിയോയിൽ ഞാൻ ഷോ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ മൂന്നിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോൺ സെക്യൂർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ സർവീസ് സെന്ററിൽ കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്തു. അതുപോലെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നീഷ്യനെ കമന്റിൽ മെൻഷൻ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.